ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 9ാം ക്ലാസ്സിലെ ബാക്കി ഓരോ സബ്ജക്റ്റുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. ജസ്റ്റ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് 9 സെക്കൻഡ് ടേം എക്സാം 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു അടിസ്ഥാന പാഠാവലിയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോഡലായിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന തഥാഗത എന്ന വിശേഷണം എന്തിനെക്കുറിച്ചാണ്? അമ്മയുടെ വരവ്, അമ്മയുടെ ഓർമ്മകൾ, അമ്മയും മകളും തമ്മിലുള്ള സംസാരം, അമ്മയുടെ ബോധം. എന്തിനെക്കുറിച്ചിട്ടാണ്? അമ്മയുടെ ഓർമ്മകളെ കുറിച്ചിട്ടാണ് അവിടെ തഥാഗത എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, അരുത്, നീ തോൽക്കുന്നില്ല, എന്നോട് ദയ കാണിക്കുന്നു എന്ന് മാത്രം. ദയ ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പറയുന്നത്? രാജാവുമായുള്ള ചതുരംഗ മത്സരത്തിനിടയിൽ, വില്ലാളി വീരന്മാരുമായുള്ള മത്സരത്തിനിടയിൽ, കുതിരയെ കീഴ്പ്പെടുത്തുമ്പോൾ വാൾപ്പയച്ചിനിടയിൽ. എപ്പോഴായിരുന്നു? കുതിരയെ കീഴ്പ്പെടുത്തുമ്പോഴാണ്. ഓക്കെ, കുതിരയെ കീഴ്പ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. മൂന്നാമത്തേത്, ചുവടെ പിരിച്ചെഴുതിയ പദങ്ങളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഞെരിഞ്ഞ് അമർന്ന്, ചതുരംഗ പലക, എനിക്കാവില്ല, എനിക്ക് ആവില്ല, മുഖത്ത് എന്ത്. ഇതിലെ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ചതുരംഗ പലക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നാലാമത്തേത്, പോവുകയാ നാറുകാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തിരക്കുകൂട്ടി. ഉറുമ്പിൻ്റെ എന്തു പ്രത്യേകതയാണ് വരികളിൽ തെളിയുന്നത്? അധ്വാനശീലം, നടപ്പിൻ്റെ ഭംഗി, രൂപഭംഗി, ആർത്തി. ഏതാണ്? അധ്വാനശീലമാണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, എൻ്റെ ഓരോ കാൽവെപ്പിലും അമ്മ ഇപ്പോൾ തല തിരിച്ചു നോക്കുമെന്ന ആശ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു. ഓക്കെ, ഈ പ്രയോഗത്തിൽ പ്രകടമാകുന്ന ഭാവം ഏതാണ്? നിരാശ, പ്രതീക്ഷ, ആകാംക്ഷ, ഉത്കണ്ഠ. ഏതാണ്? നിരാശയാണ്. ആറാമത്തേത്, എല്ലാ ശബ്ദങ്ങളും ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങിപ്പോകുന്നുവെന്ന് എനിക്ക് തോന്നി. അമ്മയുടെ ജീവിതവുമായി ഈ വാക്യത്തിനുള്ള ബന്ധം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് വാക്യം? എല്ലാ ശബ്ദങ്ങളും ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങിപ്പോകുന്നുവെന്ന് എനിക്ക് തോന്നി. ഇവിടെ എന്താണ്? അമ്മയുടെ നിലച്ചുപോയ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മകൾ. എന്നാൽ അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമാകുന്നു. ജനാലക്കപ്പുറം കളിക്കുന്ന കുട്ടികളെയോ അവരുടെ ശബ്ദങ്ങളെയോ ഒന്നും അമ്മ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. മകളെ പോലും തിരിച്ചറിയുന്നില്ല. ഈ അവസ്ഥയെക്കുറിച്ച് പറയാൻ ഏറ്റവും ഉചിതമായ വാക്യമാണിത്. ഏഴാമത്തെ ചോദ്യം, പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി. ഈ വരികളുടെ ഭാഷാപരമായ പ്രത്യേകതകൾ എന്താണ്? ഏതാണ് വാചകം? വരി ഏതാണ്? പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവ് പോൽ കൊമ്പിലെടുത്തേ ഉയർത്തി. ഓക്കെ, ആദ്യത്തെ അക്ഷരം രണ്ട് വരിയിലും ഒരേപോലെയാണ്. ത എന്ന അക്ഷരത്തിൻ്റെ ആവർത്തനവും കവിതയ്ക്ക് ഭംഗി നൽകുന്നു. ഇനി എട്ടാമത്തേത്, പാണ്ഡിത്യമുള്ളവർക്ക് ആയുധവിദ്യ ഉണ്ടാവില്ല, അഭ്യാസികൾക്ക് അറിവ് കുറവും, രണ്ടും ചേർന്നവരെ കിട്ടാൻ വളരെ പ്രയാസം. വാക്യം നൽകുന്ന അർത്ഥസൂചനകൾ എന്താണ്? അപ്പോൾ പാണ്ഡിത്യമുള്ളവർക്ക് എന്താണ്? ആയുധവിദ്യ ഉണ്ടാവില്ല. എന്നാൽ ആയുധവിദ്യ അഥവാ അഭ്യാസമുള്ളവർക്ക് അറിവും കുറവായിരിക്കും. ഇത് രണ്ടും കൂടി ആളുകളെ കിട്ടാൻ വളരെ പ്രയാസമാണെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? മന്ത്രി പരീക്ഷയ്ക്ക് എത്തിയവരെ കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായമാണിത്. പാണ്ഡിത്യമുള്ളവർക്ക് ആ തരത്തിലുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അഭ്യാസത്തിൽ മികവ് കാണിക്കുന്നവർക്ക് ബുദ്ധിപരമായ മികവ് കുറവാണ്. രണ്ടും ചേർന്ന ഒരാൾ പോലും അവിടെ എത്തിയില്ല. മന്ത്രിയാകുന്നവർക്ക് കായികമായും ഭൗതികമായും മികവ് ഉണ്ടാകണം എന്ന സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഒൻപതാമത്തേത്, തഥാഗത എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം ഉചിതമാണ്? കഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ഏതെങ്കിലും ശീർഷകം തന്നിട്ട് അത് എത്ര ഉചിതമാണ് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാരെ ആ ഭാഗങ്ങൾ ഓരോ പാഠഭാഗവും അതിൻ്റെ ശീർഷകവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വെക്കുക. ഇവിടെ വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന തഥാഗതമായി എൻ്റെ അമ്മ എന്നെ നോക്കുന്നു. എത്ര നിർമ്മമായ നോട്ടം എന്ന് കഥാകാരി പറയുന്നുണ്ട്. തഥാഗതൻ ബുദ്ധനാണ്. പ്രതീക്ഷിക്കാതിരിക്കെ കടന്നു വരികയും തിരികെ പോവുകയും ചെയ്യുന്നവൻ. അമ്മയുടെ ഓർമ്മകളും അതുപോലെയാണ്. ഒന്നിനോടും മമതയില്ലാത്തവനാണ് ബുദ്ധൻ.
ഒന്നിനോടും പ്രത്യേക മമതയില്ലാതെ ആകുലതകളില്ലാതെ ലൗകിക സുഖങ്ങളിൽ വിരക്തനായ ബുദ്ധൻ്റെ ഭാവമാണ് കഥയിലെ ഓർമ്മകളില്ലാത്ത അമ്മയുടേത്. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ഏറ്റവും ഇണങ്ങുന്നതാണ് തഥാഗത എന്ന ശീർഷകം. 10ാമത്തെ ചോദ്യം ആകെ തിരക്കിട്ടകത്തേക്കു പോവുകയാണ് ആയാസമില്ല ചുമട്ടുകാരി. ചുമട്ടുകാരി എന്ന പ്രയോഗത്തിലൂടെ കവി പങ്കുവെക്കുന്ന ആശയം എന്താവാം? എന്താണ് ഇവിടെ? അടുക്കളയുടെ പാതകത്തിൽ തേങ്ങാത്തരി ശേഖരിക്കാൻ വന്ന ഉറുമ്പിനെയാണ് വംശം എന്ന കവിതയിൽ അവതരിപ്പിക്കുന്നത്. പാതകത്തിൽ തെറിച്ചു വീണ തേങ്ങാത്തരിയും എടുത്ത് വേഗത്തിൽ പോവുകയാണ് ഉറുമ്പ്. പേമഴക്കാലത്ത് സഹോദരങ്ങൾക്കൊപ്പം ഭക്ഷിക്കാനാണ് ഉറുമ്പ് തേങ്ങാത്തരി ശേഖരിക്കുന്നത്. കുടുംബത്തിൻ്റെ ഭാരം പേറുന്ന ഒരു സ്ത്രീയുടെ ചിത്രം കവിത വായിക്കുമ്പോൾ വായനക്കാരുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. എത്ര ആയാസമുള്ള ജോലിയും വൈദഗ്ധ്യത്തോടെ ചെയ്യുന്ന സ്ത്രീയാണ് അവൾ. അധ്വാനിക്കുന്ന സ്ത്രീ ജീവിതങ്ങളുടെ പ്രതിനിധിയായി ഈ കവിതയിൽ കവിയത്രി ഉറുമ്പിനെ അവതരിപ്പിക്കുന്നു. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. ഈ കളിയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷ. ഏതു കളിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ആ കളി എങ്ങനെയാണ് അവസാനിച്ചത്? ഏതു കളിയെക്കുറിച്ചായിരുന്നു? രാജാവുമായി ദയ ചതുരംഗ കളിയിൽ ഏർപ്പെടുകയാണ്. അറിവും അഭ്യാസബലവും ഒത്തുചേർന്നവരെ മന്ത്രിയാക്കി തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷകളിൽ ഒന്നായിരുന്നു ഈ കളി. കളി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ദയ ജീവിതത്തിലേക്ക് അടുത്തു തുടങ്ങി. 17 കരുനീക്കത്തിലേറെ ഇതുവരെ ആരും രാജാവിനോട് പിടിച്ചു നിന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ 31 വിജയിക്കാൻ സാധ്യതയുള്ള കരുനീക്കം നടത്തിയ ദയ പെട്ടെന്ന് തന്നെ ആ കരുവിനെ പിൻവലിച്ച് മറ്റൊന്ന് നീക്കുന്നു. രാജാവ് മറ്റൊരു കരു നീക്കിയതോടെ കളി സമാസമം അവസാനിച്ചു. അതോടെ ദയയുടെ പാഠവും ബുദ്ധിസാമർഥ്യവും രാജാവിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ കളിയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷ എന്ന് രാജാവ് പറഞ്ഞത്. ഇനി അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. അമ്മയുടെ ഓർമ്മകളിൽ നമ്മളില്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. സന്ദർഭം വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ ഓർമ്മകളിൽ നമ്മളില്ലാതാകുമ്പോൾ നാം മരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? മറവി ബാധിച്ച അമ്മയെ ശുശ്രൂഷിക്കാനാണ് മകൾ അമ്മിണിക്കുട്ടി. അമ്മയുടെ ഓർമ്മകളിലെന്നും അമ്മിണിക്കുട്ടി എന്ന മകളില്ല. അമ്മേ എന്ന മകളുടെ വിളിയോട് പോലും അവർ പ്രതികരിക്കുന്നില്ല. ഈ അവസ്ഥ മകളെ മാനസികമായി വളരെ വിഷമിപ്പിക്കുന്നു. വാതിലടച്ചു പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മകൾ അനുഭവിച്ചറിയുകയാണ്. ഒരുപാട് കാലം തന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന അമ്മയുടെ ഓർമ്മകളിലെന്നും ഇന്ന് താനില്ല എന്ന് അറിയുന്ന മകളുടെ സങ്കടമാണ് അമ്മയുടെ ഓർമ്മകളിൽ നമ്മളില്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത് എന്ന വാക്യത്തിലുള്ളത്. ഓക്കെ. 13ാമത്തെ ചോദ്യം. അടുപ്പിൻ പാതകത്തിൽ നിന്നും തേങ്ങാത്തരിയുമായി കൂട്ടിലേക്കുള്ള ഉറുമ്പിൻ്റെ യാത്ര വാക്കുകൾ കൊണ്ട് വരച്ച ചിത്രം തന്നെയാണ്. വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അടുപ്പിൻ പാതകത്തിൽ ചിതറി വീണ തേങ്ങാത്തറി കൊമ്പിലെടുത്തുയർത്തി ഉറുമ്പ് തൻ്റെ കൂട്ടിലേക്ക് യാത്രയായി. ഒരു നർത്തകിയുടെ നൃത്തച്ചുവടുകളോടെയാണ് യാത്ര. മുറിയുടെ ജനാലയിലൂടെ പുറത്തേക്കിറങ്ങി പൂവാങ്കുരുന്നിലെ ചെടികൾ അതിന് വലിയ കാടുപോലെയായിരുന്നു. അതിനടുത്ത് കിടന്ന കുഞ്ഞു വെള്ളാരങ്കല്ല് ഒരു മല പോലെ തോന്നി ഉറുമ്പിന്. നീല കീഴാർനെല്ലിയുടെ ചോട്ടിലൂടെ തൻ്റെ കൂടിനരികിലേക്ക് അവൾ യാത്ര തുടർന്നു. മുക്കുറ്റി പൂക്കുന്ന മൂലക്കരികിലുള്ള തൻ്റെ മൺകൂന കോട്ടയിലെത്തി. തിരക്കിട്ട് തേങ്ങാത്തരയുമായി അവൾ കോട്ടക്കുള്ളിലേക്ക് പോയി. ഈ വരികൾ വായിക്കുമ്പോൾ കഠിനാധ്വാനിയായ ഒരു തൊഴിലാളി സ്ത്രീ ചുമട് ചുമന്ന് കൊണ്ടുപോകുന്നത് പോലെ തോന്നും. ആ ദൃശ്യം കൺമുൻപിൽ കാണുന്നത് പോലെയാണ് വർണ്ണന. ഓക്കെ. അപ്പോൾ ആ ഒരു വർണ്ണനയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓരോ ആ വെള്ളാനം കല്ലിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ മലയിലൂടെ മുകളിലൂടെ പോകുന്ന പോലെയും ഓരോന്നും എന്താണ് നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള വർണ്ണനയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം. മറവി രോഗം ബാധിച്ച അമ്മയെ ശുശ്രൂഷിക്കുന്ന മകളെ തഥാഗത എന്ന കഥയിൽ നാം പരിചയപ്പെട്ടു. വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് നിരീക്ഷണം അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. എന്താണ് കവിത? തേങ്ങൽ മുട്ടിലിഴഞ്ഞു കൊണ്ടാന കുളിപ്പിച്ച മുത്തച്ഛനെവിടെയാണുണ്ണി, മുത്തുമണിക്കഥ ചൊല്ലിക്കുളിപ്പിച്ച മുത്തശ്ശി എവിടെയാണുണ്ണി. ഇതാണ് തന്നിട്ടുള്ള കവിത. ഇനി ഇത് വായിച്ച് ഇതിൻ്റെ ഒരു നിരീക്ഷണമാണ് നിങ്ങൾ എഴുതേണ്ടത്. മുത്തച്ഛനും മുത്തശ്ശിയും മക്കളും കൊച്ചുമക്കളുമെല്ലാം അടങ്ങുന്ന ഒരു കുടുംബജീവിതമാണ് മുമ്പ് ഉണ്ടായിരുന്നത്. കുട്ടികളുടെ ക്ഷേമം മാതാപിതാക്കളുടെയും വൃദ്ധജനങ്ങളുടെ ക്ഷേമം മക്കളുടെയും കടമയും കർത്തവ്യവുമായിരുന്നു അന്ന്. പുതുതലമുറക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകുവാനും പ്രശ്നങ്ങളിൽ അവർക്ക് താങ്ങും തണലുമാകാനും വൃദ്ധജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ വൃദ്ധജനങ്ങളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളി ബാധ്യത ഒഴിവാക്കുന്ന പ്രവണത ഇന്ന് ശക്തമാകുന്നു. മുട്ടിലിഴഞ്ഞ് ആന കളിപ്പിച്ച മുത്തച്ഛനെയും കഥകൾ ചൊല്ലി കുളിപ്പിച്ച മുത്തശ്ശിയെയും ഇന്ന് വീടുകളിൽ കാണാനേയില്ല. മുത്തച്ഛനും മുത്തശ്ശിയുമൊക്കെ വൃദ്ധസദനങ്ങളിൽ പരസ്പരം മിണ്ടാനാവാതെ തേങ്ങൽ ഉള്ളിലടക്കി കഴിയുകയാവും
ഉണ്ടാവാം എന്ന് കവി പറയുന്നു. വൃദ്ധസദനങ്ങളിൽ പരസ്പരം മിണ്ടാനാവാതെ തേങ്ങൽ ഉള്ളിലടക്കി കഴിയുന്നതാവാം. വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെയും വേദനയും പരിഷ്കാരത്തിൻ്റെ കടന്നുകയറ്റം വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വരുത്തിയ മാറ്റങ്ങളുമെല്ലാം ഈ കഥയിലൂടെ കവി അവതരിപ്പിക്കുകയാണ്. ഇനി അടുത്തത് ഒരു കഥാപാത്ര നിരൂപണമാണ്. തന്ത്രപരമായ ഇടപെടലുകൾ, പക്വത, ലക്ഷ്യബോധം തുടങ്ങിയ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി ദയ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കഥാപാത്ര നിരൂപണം നമുക്കുണ്ടായിരിക്കും. അത് നിങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ ക്യാരക്ടേഴ്സിനെ അഥവാ ഏതൊക്കെ കഥാപാത്രങ്ങളാണോ ഉള്ളത് അവരെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ദയ എന്നുള്ള കഥാപാത്രത്തെയാണ് നോക്കാനുള്ളത്. ദയ എന്ന തിരക്കഥാഭാഗത്തെ പ്രധാന കഥാപാത്രമാണ് ദയ. അവൾ വളരെ ബുദ്ധിമതിയും സമർത്ഥയുമായിരുന്നു. രാജാവിനോട് ചതുരംഗം കളിച്ച് ജയിക്കാമായിരുന്നിട്ടും അവൾ സമനിലയ്ക്ക് വേണ്ടി കളിച്ചു. കളിയിലെ തോൽവി കയ്പായി രാജാവിൻ്റെ മനസ്സിൽ നിൽക്കുമെന്ന് ദയ പറയുന്നുണ്ട്. സന്ദർഭത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പെരുമാറാനും ദയയുടെ കഴിവ് ഇവിടെ തെളിയുന്നത്. അസ്ത്രപ്രയോഗം, വാൾപ്പയറ്റ്, കുതിരസവാരി എന്നിങ്ങനെ എല്ലാ രംഗത്തും ധീരന്മാരായ മറ്റു പോരാളികൾക്കൊപ്പം താനും സമർത്ഥയാണ് എന്ന് ദയ തെളിയിക്കുന്നുണ്ട്. അറിവിൻ്റെ കാര്യത്തിലും ദയ മുന്നിലാണ്. അതുകൊണ്ടാണ് ദയക്ക് മന്ത്രിപദത്തിൽ വരെ എത്താൻ സാധിച്ചത്. തൻ്റെ യജമാനായ മൻസൂറിനെ രക്ഷിക്കാൻ സ്വയം അടിമയാകാൻ പോലും ദയ തയ്യാറായി. സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രതീകമായി അവൾ മാറുന്നു. തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ആൺവേഷം കെട്ടിയാണ് അവൾ കൊട്ടാരത്തിലെത്തിയത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും മനസ്സാന്നിധ്യത്തോടെ നേരിടാനുള്ള ചങ്കുറപ്പ് അവൾക്കുണ്ടായിരുന്നു. കുതിരയെ മെരുക്കുന്നതിലും രാജാവിനോടൊപ്പം ചതുരംഗം കളിക്കുന്നതിലും എല്ലാം ഇത് പ്രകടമാണ്. ചതുരംഗത്തിൽ രാജാവിനെ തോൽപ്പിക്കാൻ നിഷ്പ്രയാസം കഴിയുമായിരുന്നു എങ്കിലും ദയ ബുദ്ധിപൂർവ്വം കളി സമനിലയിൽ അവസാനിപ്പിക്കുന്നു. രാജാവ് തോറ്റാൽ അതൊരു കയ്പായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിൽക്കും എന്നറിയാമായിരുന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണിത്. ഇങ്ങനെ അതിവിദഗ്ധനായ ഒരു പോരാളിയുടെയും രാജ്യതന്ത്രജ്ഞൻ്റെയും കഴിവ് അവളിൽ തിരിച്ചറിഞ്ഞ രാജാവ് ദയയെ മന്ത്രിയായി അവരോധിക്കുന്നു. സാമർഥ്യവും ആയോധനപാഠവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും കരുത്തും എല്ലാം ഒത്തിണങ്ങിയ കഥാപാത്രമായി ദയ മാറുന്നു. ഓക്കെ, ഇനി അടുത്ത 16ാമത്തെ ചോദ്യമാണ്. രാവ് പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തു മരിച്ചു പോകും പാവമേ, നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ആ ഉറുമ്പിൻ്റെ പാഠഭാഗം അറിയാം, അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നറിയാം. അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. രാത്രിയെന്നോ പകലെന്നോ സന്ധ്യയെന്നോ പ്രഭാതമെന്നോ നോക്കാതെ ഉറുമ്പ് പണിയെടുക്കുന്നു. അതിൻ്റെ അധ്വാനശീലത്തെ കവി പ്രശംസിക്കുന്നു. പാവമായ ഉറുമ്പിനെ തുടച്ചു നീക്കുന്നത് പാപമാണെന്നോർത്ത് കവി മടിച്ചു നിൽക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എല്ലാ ജീവനുകളോടും ആദരവുണ്ടാകണം. മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല ഭൂമി. ചെറുതും വലുതുമായ ജീവജാലങ്ങൾ ഭൂമിയുടെ അവകാശികളാണ്. ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത മനോഭാവമാണ് കവിക്കുള്ളത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നാണ് ശ്രീനാരായണ ഗുരു പ്രാർത്ഥിക്കുന്നത്. ഉറുമ്പ് ചെറിയ ജീവിയാണെങ്കിലും ആ ജീവനോട് ആദരവുള്ള കവിയെയാണ് നാം കാണുന്നത്. ഒരു ജീവിയെയും ഉപദ്രവിക്കരുതെന്ന സന്ദേശമാണ് കവി നൽകുന്നത്. മനുഷ്യനോടൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും നിലനിൽക്കുമ്പോഴാണ് ഭൂമി മനോഹരമാകുന്നത്. ഉറുമ്പിനോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്കും മാതൃകയാക്കാം. എല്ലാ ജീവജാലങ്ങളുടെയും പ്രാധാന്യം തിരിച്ചറിയാൻ കവിത സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 17ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ആസ്വാദന കുറിപ്പ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആസ്വാദന കുറിപ്പ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ തന്നിട്ടുള്ള കവിത: ഇരുട്ടും മഴയും, ആകാശം കറുത്തിരുണ്ടിരുന്നു, സന്ധ്യയോടടുത്തിരുന്നു, റേഷൻ കടയിലെ തിരക്കൊഴിഞ്ഞപ്പോൾ അവൾ 1/2 ലിറ്റർ മണ്ണെണ്ണയ്ക്കു ചോദിച്ചു. കാടില്ലാത്തവർക്ക് തരില്ലെന്നുടമ തറപ്പിച്ചു പറഞ്ഞു. പുറംപോക്കിലായിരുന്നു അവളുടെ വീട്. ഇരുട്ടും മഴയും വീണ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നവൾ ഓർത്തു. വളവ് തിരിയുമ്പോൾ ഒരു മിന്നൽ പിണറവളെ തുട്ടൊഴിഞ്ഞു പോയി. നനഞ്ഞൊലിച്ച് തിണ്ണ കയറുമ്പോൾ കാത്തിരിപ്പുണ്ടായിരുന്നു അവളെ തിരിയുണങ്ങിയ ചിമ്മിനി വിളക്കും ആളിത്തീർന്ന അമ്മ വിളക്കും. ഓക്കെ, പവിത്രൻ തീക്കുണ്ണി എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആസ്വാദന കുറിപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർ, കവിത എന്താണോ തന്നിട്ടുള്ളത് നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണോ അതിൻ്റെ അർത്ഥം മനസ്സിലായത് അത് വെച്ചിട്ടാണ് ആസ്വാദന കുറിപ്പ് എഴുതേണ്ടത്. ദാരിദ്ര്യത്തിൻ്റെ തീക്ഷ്ണതയോടൊപ്പം ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും നിസ്സഹായതയുടെയും അവസ്ഥകൾ കൂടി വരച്ചിരുന്ന ഒരു കൊച്ചു കവിതയാണ് പവിത്രൻ തീക്കുഞ്ഞിയുടെ ഇരുട്ടും മഴയും.
ഇരുട്ടും മഴയും ഒരുപോലെ വന്ന ഒരു സന്ധ്യയിൽ 1/2 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് വേണ്ടി റേഷൻ കടയിലെത്തുന്ന ഒരു പെൺകുട്ടിയെ ഈ കവിതയിൽ കാണാം. പക്ഷേ കാടില്ലാത്തതിനാൽ അവൾക്ക് റേഷൻ കടക്കാരൻ മണ്ണെണ്ണ നിഷേധിക്കുന്നു. പുറമ്പോക്കിലായിരുന്നു അവളുടെ താമസം, അതുകൊണ്ട് അവൾക്ക് കാടും ഇല്ലായിരുന്നു. ഇരുട്ടിൽ മഴ നനഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ ഓർത്തു അച്ഛനുണ്ടായിരുന്നെങ്കിലെന്ന്. നനഞ്ഞൊലിഞ്ഞ് വീടിൻ്റെ തിണ്ണയിൽ കയറിയ അവളെ കാത്തിരുന്നത് എണ്ണയില്ലാത്തതിനാൽ കെട്ടുപോയ ചെമ്മിനി വിളക്കും ജീവനറ്റ അമ്മയുടെ ശരീരവുമായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ തീക്ഷ്ണതയോടൊപ്പം ഇനി അവൾക്ക് ഒറ്റപ്പെടലിൻ്റെ വേദനയും അനുഭവിക്കേണ്ടി വരും. നിസ്സഹായ ചില ജീവിതങ്ങളിലേക്ക് വായനക്കാരുടെ മനസ്സ് കൊണ്ടുപോകുകയാണ് ഈ കവിതയിലൂടെ കവി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോഡലായിട്ടുള്ള ചോദ്യപേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡലായിരിക്കും നിങ്ങൾക്കും എക്സാമിന് വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ കൂട്ടുകാർ കാണുക. അത് നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.